കൊച്ചിയിലെ ചെമ്മീൻ കർഷകർക്ക് പ്രതിസന്ധിയുടെ കാലം. മേഖലയിലെ കയറ്റുമതി കുറഞ്ഞതും വില ഇടിവും കാരണം ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തിലാണ് ഓരോ കർഷകരും. ചെമ്മീൻ കെട്ടുകളിലേക്ക് സമീപ പ്രദേശത്തെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ ചെമ്മീനുകൾ കൂട്ടമായി ചത്തുപൊന്തുന്നതും സ്ഥിരം സംഭവമായി. ഇതോടെ തൊഴിൽ മേഖല ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് കർഷകർ. ലോക്ക്ഡൌണിന് ശേഷം ചെമ്മീൻ കൃഷി മേഖല കോടികളുടെ നഷ്ടമാണ് അഭിമുഖീകരിച്ചത്. ഇതിനുശേഷം മേഖലയിൽ പച്ചപിടിക്കാൻ കർഷകർക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴായി സംഭവിക്കുന്ന വിലയിടിവും കയറ്റുമതിക്കുറവും കച്ചവടത്തെ നഷ്ടത്തിൽ കൊണ്ടെത്തിക്കുന്നു. ചെറുകിട കർഷകർ ചെമ്മീൻ കെട്ടുകൾ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. മുടക്കുമുതലിൻ്റെ പാതി പോലും ഇവർക്കിപ്പോൾ കൃഷിയിലൂടെ ലഭിക്കുന്നില്ല. ചെമ്മീൻ കെട്ടുകാർ വളരെ നഷ്ടത്തിലാണ്. അവർ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓരോ ഏക്കറിന് 25,000-30,000 രൂപ വെച്ച് ഇത് പാട്ടത്തിനെടുത്തിട്ട് ഏപ്രിൽ 14-ാം തീയതി ഇതിൻ്റെ വിഷുവോടുകൂടി അവരുടെ ലൈസൻസ് തീരും. ആ സമയത്തിനുള്ളിൽ അവർക്ക് അതിൻ്റെ മുതൽ പിടിച്ചെടുക്കാനുള്ള ഒരു സമയം കിട്ടുകയാണ്. ഈ പ്രാവശ്യം അവരുടെ പണിക്കാശ് പോലും തൊഴിലാളികൾ കൊടുക്കാനുള്ള പണിക്കാശ് പോലും കിട്ടിയിട്ടില്ല അവർക്ക്. അതുപോലെ എക്സ്പോർട്ടിംഗ് ആണെങ്കിലും പ്രൈസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് കിട്ടുന്ന മത്സ്യങ്ങൾക്കാണെങ്കിലും ചെമ്മീത്തിനാണെന്നുണ്ടെങ്കിലും 1-2 ദിവസം കൂടുതൽ കിട്ടുമ്പോൾ അപ്പം തന്നെ വില ഇടിയലും പിന്നെ എക്സ്പോർട്ടിങ് നടക്കാത്തൊരവസ്ഥയും എല്ലാം സംഭവിക്കുന്നുണ്ട്. ലോൺ എടുത്ത് കൃഷി നടത്തിയിരുന്നവർക്ക് ബാങ്കുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ലക്ഷങ്ങളാണ് കടം. ഇതിനിടയിൽ കെട്ടുകളിൽ മാലിന്യം ഒഴുകിയെത്തുന്നത് ചെമ്മീനുകളുടെ കൂട്ടക്കുരുതിക്കും കാരണമാകുന്നു. പെരിയാറിൽ നിന്ന് ഒഴുകുന്ന വരുന്ന മത്സ്യങ്ങൾ ഒക്കെ ചത്തുടങ്ങി പോവുകയും 2 ദിവസം നല്ല വെള്ളം വരും, വീണ്ടും ഇത്തിരി നന്നാവും, അപ്പം തന്നെ വീണ്ടും വെള്ളം മോശമാക്കി ഈ വിഷവെള്ളം മാലിന്യം ഇങ്ങോട്ട് ഒഴുക്കി വിടും. മത്സ്യക്കൂട് കൃഷിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം സർക്കാർ നിർത്തുകയും ചെയ്ത് എല്ലാവരും കഷ്ടത്തിലാണ്. തിരിച്ചടവിനുള്ള ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ വർഷം കടമക്കുടി ഭാഗത്തുണ്ടായ കൂട്ടുകുരുതിക്ക് ശേഷം കർഷകർക്ക് സംഭവിച്ചത് 25 ലക്ഷം രൂപയുടെ നഷ്ടമായിരുന്നു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞെങ്കിലും തുടർ നടപടികൾ പാതി വഴിയിൽ അവസാനിച്ചു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതും കർഷകരെ കടക്കിണിയിലെത്തിക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിച്ച് കടക്കിണിയിലാണ് ഓരോ മത്സ്യത്തൊഴിലാളിയും. ഇവർക്ക് വേണ്ടത് സർക്കാരിൻ്റെ കൈത്താങ്ങു മാത്രമാണ്. ക്യാമറമാൻ പി ശശികാന്തിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ആ പരിസര പ്രദേശത്ത് നിന്ന് വരുന്ന കമ്പനികളിലെ മാലിന്യം മുഴുവൻ ഒഴുകി വരുന്ന ഈ കൈവഴി മത്സ്യക്കുരുതി നടന്നിട്ട് എൻ്റേത് മാത്രം 5 ലക്ഷം രൂപയുടെ മീനാണ് ചത്തുപോയത്. അതേപോലെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. കോടിക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് കഴിഞ്ഞ കൊല്ലം ചത്തുപോയത്. 10 മാസം പണി കിട്ടണതാണ്. ഈ വർഷം ചരക്ക് കുറവാണ്. 2 മാസം ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ 10-15 പേര് പണിക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ചരക്ക് കുറവായതുകൊണ്ട് ആൾക്കാർ പിരിച്ചൊരു കുറവാണ്. പിന്നെ ഈ വെയിലത്തടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ എന്തിലൊക്കെ തന്നെ. എന്നാലും ഇപ്പോൾ ഈ കൊല്ലം ഞങ്ങൾക്ക് തീരെ കുറവാണ്. ചെമ്മീനും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര വിഷവെള്ളം വിടണുണ്ട്. അതുകൊണ്ട് എല്ലാം നശിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റായിട്ട് സഹായിക്കാൻ വേണ്ടിയില്ലേ. ഇവിടെ ഒരു ചൂണ്ടിട്ടിട്ടൊരു മീൻ പോലും കൊത്തണില്ല. അത്രയും അവസ്ഥയായി ഇവിടെ. സാധാരണയൊക്കെ ഒരു കാലത്തേക്ക് ഒരു ഇത്തിരി ഇറങ്ങി ഗ്യാപ്പ് കിട്ടുമ്പോഴേക്ക് ഇത്തിരി ചൂണ്ടിടും. അതിലൊരു 3-4 കരിമീനൊക്കെ കിട്ടണതാണ്. ഇപ്പോൾ കരിമീൻ പോയിട്ട് ഒരു പള്ളത്തി പോലും കൊത്തണില്ല. 40-45 വെളിയും തൊഴിലാളികളുണ്ടായതാണ്. ഇപ്പോൾ വിരലിലുണ്ടാവുന്ന ഒരു 6-7 പേരൊക്കെ കഷ്ടിയുള്ളൂ. അത്രയും ചെമ്മീനില്ല. ആ ഒരു അവസ്ഥയായി ഞങ്ങൾക്ക്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് PS സാരംഗ് ചേരുന്നു. സാരംഗ്, ഈ ചെമ്മീൻ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അത് മുന്നോട്ട് പോകാത്ത തരത്തിലുള്ളൊരു സാഹചര്യമാണുള്ളത്. നിലവിൽ അടിയന്തരമായി ഏത് രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്? കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ ഈ ചെമ്മീൻ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രധാനമായും ഈ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവരെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്. അതായത് കയറ്റുമതി കുറഞ്ഞതും അതുപോലെ തന്നെ വില ഇടിവും കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അതായത് ചെമ്മീൻ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇത്തരത്തിൽ പാട്ടത്തിനെടുത്തും അതുപോലെ തന്നെ ഈ ചെറിയ തുകകൾ ലോൺ എടുത്തുമൊക്കെയാണ് ഇത്തരത്തിൽ ഈ കൃഷി ചെയ്തു വരുന്നത്. അവരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടക്കണിയിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത്
ഭാഗത്തൊക്കെ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ കെട്ടുകളിലേക്കടക്കം മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ചെമ്മീനുകളുടെയൊക്കെ കൂട്ടക്കുരുതിക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇതുപോലെ ഈ ചെമ്മീൻ കർഷകർക്ക് കീഴിൽ നിരവധി സാധാരണക്കാരായ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ചെമ്മീൻ ശുചീകരിക്കുന്ന തൊഴിലും അതുപോലെ തന്നെ അതിന് ശേഷം ഉണക്കി ശുചീകരിച്ചതിന് ശേഷം വെയിലത്ത് ഇട്ട് ഉണക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പാക്കറ്റുകളിലേക്ക് നിറയ്ക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിൽ ഈ ചെമ്മീൻ കർഷകർക്ക് കീഴിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം തൊഴിലിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ദിവസേന കിട്ടിയിരുന്ന അല്ലെങ്കിൽ മാസേന കിട്ടിയിരുന്ന ഒരു വലിയ വേതനം തന്നെ നിലച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക എന്നാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനായാലും പലതരത്തിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അടക്കം വൈകുന്നതായാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന തൊഴിൽ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാരംഗ് PS.